നമ്മൾ ഇന്നലെ കേട്ട ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്തയായിരുന്നു അല്ലെ? മലപ്പുറത്ത് അക്യുപങ്ചർ ചികിത്സ പ്രചാരകരായ ദമ്പതികളുടെ മകൻ കുഞ്ഞ് ഒരു വയസ്സുള്ള കുഞ്ഞ് അതിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അത് കേൾക്കുമ്പോൾ തന്നെ സങ്കടം വരുന്ന ഒരു കാര്യം തന്നെ ആയിരുന്നു. കുഞ്ഞിന് ചികിത്സ നിഷേധിക്കപ്പെട്ടു, അങ്ങനെ കുഞ്ഞ് മരിച്ചു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റിലേക്ക് പോയാൽ കുട്ടിയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്നുള്ളതാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിലാകും പോസ്റ്റ്മോർട്ടം നടത്തുക. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് നിലവിലെ തീരുമാനം. ശാന്തകുമാർ വെള്ളാലത്തോട് നമുക്കിപ്പം. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന് ചികിത്സ നിഷേധിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ആരോഗ്യവകുപ്പിന്റെ രീതിയിലും ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇന്ന് ഈ പോസ്റ്റ്മോർട്ടം നടപടിക്കൊക്കെ എപ്പോഴാകും തുടക്കമാവുക, എപ്പോഴാകും ഈ മൃതദേഹം പുറത്തെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണ്? സേതു, ഈ ചികിത്സ ലഭിച്ചില്ല എന്നുള്ള പരാതി ആണ് ഈ കുഞ്ഞിന് ചികിത്സ ഒട്ടും ലഭിച്ചിട്ടില്ല എന്നുള്ള പരാതി നേരെ പൊതുപ്രവർത്തകന്റെ പരാതി പോലീസിന് ലഭിച്ചിരുന്നു. അതേ തുടർന്നാണ് പിന്നീട് ആരോഗ്യ പ്രവർത്തകരും പിന്നീട് പോലീസും ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കുന്നത്. തുടർന്നാണ് ഇതിൽ സംശയം തോന്നിയതിനെ തുടർന്ന് ഈ മൃതദേഹം ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് മൃതദേഹം ഖബറിസ്ഥാനിൽ നിന്നും പുറത്തെടുത്ത് ഈ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. അത് പെരിന്തൽമണ്ണ RDOയുടെയും അതുതന്നെ പോലീസ് അസിസ്റ്റന്റ് സർജന്റെയും എല്ലാം സാന്നിധ്യത്തിലായിരുന്നു ഈ മൃതദേഹം കൊണ്ടുവന്നത്. അപ്പോൾ അത് വളരെ വിശദമായി ഔദ്യോഗിക സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികളും പുരോഗമിക്കുക. എന്തായാലും നേരത്തെ തന്നെ ഈ ദമ്പതികൾക്കെതിരെ പരാതി പലതവണ പോലീസിലും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിനും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവർ വീട്ടിലെ പ്രസവത്തിനും പ്രചരിപ്പിക്കുന്നവരും ഒപ്പം തന്നെ അശാസ്ത്രീയ ചികിത്സകൾക്ക് വലിയ പ്രചരണം നടത്തുന്നവരുമാണ് എന്നുള്ളത്. അതുതന്നെയാണ് ഇപ്പോഴും ഇത്തരത്തിലൊരു സംശയത്തിലേക്ക് എത്താനുള്ള കാരണവും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ എന്താണ് ഈ മരണകാരണം എന്നുള്ളത് അറിയാൻ പോലീസിനും ആരോഗ്യ വകുപ്പിനും കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള നടപടികളിലേക്ക് കടക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണം. അങ്ങനെയാണെങ്കിൽ ശരി, ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് ചികിത്സ കിട്ടാതെ ഒരു വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും.